ഹോസ്പിറ്റലിൽ നിറച്ചതല്ലേ എനിക്കും വന്നു രാവിലെ റീൽ. ഓ അതിന് എന്താ എന്റെ PC വെർഷൻ ഉണ്ട്, ഫ്രീ ആണ്, എപ്പിക് സാധനം. വെയർ വിൻ മീറ്റ് എന്നാ. ഓ ബ്രോ ഞാൻ അതായത് കളിക്കാനുള്ള മൂഡിലല്ല ഞാനേ. മൈൻഡിൽ ഗോസ്റ്റ് ഓഫ് യോട്ടെ കളിക്കാനുള്ള മൈൻഡിൽ സെറ്റാക്കി വെച്ചേക്കാണ്, മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ സ്ട്രേഞ്ചർ തിങ്സ് ഞാൻ കണ്ടു തുടങ്ങി. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ വർഷം ഫസ്റ്റിൽ എന്താണ് ഞാൻ ഇത് കണ്ടത്. പക്ഷേ ആലോചിച്ച് നോക്കി, ഇത് ഇറങ്ങിയ ആ ഒരു 2016 അല്ലേ, ആ ഒരു സമയം തൊട്ട് ഇത് കണ്ടവർക്ക് ഇത് എന്തോരം എന്ന് പറഞ്ഞാൽ 2016 കാണുന്ന ഒരു 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 പയ്യന്റെ ഏജ് എന്ന് പറയുന്നത് ഡബിൾ ആണ്, മനസ്സിലല്ലേ? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ 2025 ആകുമ്പോഴത്തേക്കും. സോ അത്രയും കാലം ഒരു ചൈൽഡ്ഹുഡ് മൊത്തവും കൊണ്ടുപോയ ഒരു സീരീസ് ആയിരുന്നു ശരിക്കും. അതിന്റെ എൻഡിങ് ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് അടിപൊളി. ഹോക്കിൻസ് ജാനുവരി 1, 2026. എടാ ഞാൻ ഹോക്കിൻസ് റിയൽ ആയിട്ടൊരു സ്ഥലമാണോ അതോ സാങ്കല്പിക സ്ഥലമാണോ? റിയൽ ആണ്. റിയൽ ആണ്. ഓക്കെ. യെസ് റിയൽ. ഓ നൈസ്. അപ്പൊ ഒരു ദിവസം ഹോക്കിൻസിൽ പോണല്ലോടാ. And with that, the 2025 season comes to an end. Good night. Farewell. എല്ലാരും ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡന്റ്. നാളെ തന്നെ പോണം ചന്ദ്രാന്നാ. വിസ കിട്ടിയ നാളെ പോവും. ഡെല്ലിലു വാച്ചിട്ടില്ല. മഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി. ഭയങ്കര നല്ല സ്മൈൽ അല്ലേ? ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം. ഓ നൈസ്. ആരാ വരച്ചേ? നീയാണോ വരച്ചേ? കുത്തിവര ഡിജിറ്റൽ ആർട്ടിസ്റ്റ്. നൈസ് ബ്രോ. നല്ല സംസാരം, നല്ല സൗണ്ടാ. ഐ മീൻ സ്നേഹ വാച്ചിങ് യുവർ ലൈഫ്. സ്നേഹ കണ്ടാൽ എന്താ ഇപ്പം എന്താ കോംപ്ലിമെന്റ് പറഞ്ഞൂടെ നമുക്ക്? വന്നല്ല അണ്ണൻ വന്നറാ. അണ്ണൻ, നമ്മുടെ അണ്ണൻ. உனக்கு இந்த கோபம் தைரியம் எல்லாம் எங்கே இருந்து வருதுன்னு நினைச்சிட்டு இருக்கேன். ഞാൻ അവനെ മോനായിട്ടല്ല ഏറ്റെടുത്ത്, അവൻ എന്റെ തന്നയായിട്ടാണ് ഏറ്റെടുത്തത് ഏറ്റവും കൂടുതൽ. മനസ്സിലായ? അല്ലേ? ചന്ദ്രു എന്താ പറഞ്ഞോ? ചന്ദ്രു ജസ്റ്റ് വാച്ച് 2 girls with one cup. ദിസ് അബ്സല്യൂട്ട് സിനിമ നോക്കണം, ഡോണ്ട് മിസ് ഇറ്റ് എന്നാ. ലോകകപ്പ് നേട്ടമല്ല എക്കാലത്തെ മികച്ച ഫുട്ബോൾ താരത്തെ നിർണ്ണയിക്കുന്ന ഘടകമെന്ന പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. കാണല്ലേ? ഡോണ്ട് വാച്ച്. എടാ അതെന്തോ വെറുത്ത് അത് വേറെന്തോ ആണോട്ടാ. അത് വേറെന്തോണേ അല്ലേ പ്രശ്നമാണെന്ന്. ചന്ദ്രു ഫേസ് ക്യാം സൈഡിൽ വെച്ചേ. എടാ കഴിവേർത്തനം പറയല്ലടാ. നിങ്ങളാരും ഞാൻ നോക്കാൻ പോണില്ല, ഞാൻ നോക്കുന്നില്ല. എടാ അതെന്തോ വേറെന്തോന്ന്. പ്ലേയിങ് വിത്ത്
എന്താ 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 പ്രശ്നം എന്താ? ഇച്ചിരി ഞാൻ ഒന്നുമില്ല ഒന്നുമില്ല. ഇല്ല ഫേസ് ക്യാം സൈഡിൽ വെക്ക്. ചന്ദ്രനൊന്ന് കാണട്ടെ, നമ്മളെ പിള്ളേരൊന്ന് കാണട്ടെ. ചന്ദ്രൻ ഫുൾ സ്കിന്നൊക്കെ സുന്ദരനായിട്ടുണ്ടല്ലോ, സെക്സി ആയിട്ടുണ്ടല്ലോ. ബൈസെപ്സ് കളി, ബൈസെപ്സ് പൈസ കാണിക്കണ എങ്ങനെയുണ്ട്? ബൈസെപ്സ് കുറഞ്ഞാട്ടാ. ബൈസെപ്സ് ഇപ്പൊ റൈറ്റ് ഹാൻഡിൽ കുറച്ച് കൂടുതൽ, ലെഫ്റ്റ് ഹാൻഡിൽ കുറച്ച് കുറവാ. ലെഫ്റ്റ് ഹാൻഡില് ചെയ്യുന്നില്ല അല്ലേ? ചെയ്യുന്നില്ല. ഞാനേ ഡംബൽ എപ്പോഴും റൈറ്റ് ഹാൻഡിൽ മാത്രമേ വെച്ചടിക്കാറുള്ളൂ. അതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യരുത്. നിനക്ക് എവിടെയാണ് മസിൽ കൂടുതൽ? ഏതിലാണ്? ഞങ്ങക്ക് രണ്ട് സൈഡിലും ഉണ്ട്. രണ്ട് കയ്യിലും മസിൽ ഉണ്ടല്ലോ, ഒരുപോലെ ഉണ്ടാ? ആ ഒരുപോലെ ഉണ്ട്. ഞാൻ രണ്ട് കയ്യിലും ചെയ്യുവേ. രണ്ട് കയ്യിലും മാറി മാറി ചെയ്യല്ലേ? മാത്രല്ല എല്ലാം ചെയ്യുന്നേ. നീ ലൈവാണോ? ചെറുതായിട്ട്. ഓക്കെ ചെറുതായിട്ട്. ചന്ദ്രൻ ലൈവ് ആണല്ലേ? ഞാൻ ലൈവ്. അതെനിക്കറിയാം. எல்லா பக்கமும் கண்ணு சூதானமா இருக்கும். എന്തായി? ഇപ്പൊ ഒരു നോട്ടാണ് നോക്കിയാണേ. കണ്ട ആര് തീഷ്ണ തരാ കണ്ടില്ലേ? അതെന്താ മാസാണോ? അത് മാസാണ് മയിലേ. നായിന്റെ മൂട് അങ്ങനെ തന്നെയാണല്ലേ? ഇല്ലടാ, അത് നായ ഉള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. ചില സീരിയസ് നോട്ടാണ് അതൊക്കെ. ചന്ദ്രന്റെ നായ എങ്ങനെയാ? എടാ ചന്ദ്രൻ നായല്ല, ഇവ. എന്തായാലും അതിന്റെ പേര് നായല്ലേ? എങ്ങനെ അറിയാ? എടാ ഇപ്പൊ ഞാൻ നിന്നെ ആൾക്കാരെ മനുഷ്യന്നാണ് വിളിക്കുന്നത്, അതിന്റെ പേര് മുച്ചിരി പുണ്ടച്ചി എന്നാണ് വിളിക്കുന്നത് നിന്നെ. അല്ല, ആദ്യം മനുഷ്യന്നല്ലേ വിളിക്കാതെ. മനുഷ്യന്നല്ല, കുണ്ണേന്ന് വിളിക്കുന്നത് നിന്നെ. ജനിച്ച ഉടനെ നിന്റെ അച്ഛനമ്മ പറയൂ അതേ മനുഷ്യൻ വന്നു. അതിന്റെ കുട്ടി വന്നു. പിന്നെ നിന്നെ ഇപ്പൊ കുട്ടി എന്നാ വിളിക്കുന്നത്. നിന്നെ ഇപ്പൊ കുട്ടിയെന്നാണ് വിളിക്കുന്നത്. പേരറിയാല, അതില്ല. പേരറിഞ്ഞൂടെങ്കിലും ഒരാളെ മനുഷ്യ എന്നാണ് വിളിക്കുന്നത്. അല്ല, പേരറിയില്ല. നീ അതല്ല പറഞ്ഞു. നീ പറഞ്ഞു നായ്ക്ക് പേരുണ്ടെങ്കിലും നായ അല്ലേ എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞ. മനസ്സിലായില്ലേ? നായിന്റെ മനെ. അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, വലിയൊരു സിഗ്നൽ. നീ ഇപ്പൊ വേറെ ഏകലായിരുന്നു ഈ കുണ്ണ വണ്ടിയെന്ന് പറഞ്ഞാനെ. പിന്നെ 30 കോടി കൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വരും. അത് കണ്ണാപ്പി തെരഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും. പൈസ ഏത് പെണ്ണെ തെരഞ്ഞെടുത്താലും ഒരേ കണക്കാ തന്നെ. പക്ഷെ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യണേ ലോറ വിഷയമാണ്. ബെസ്റ്റ് ആണല്ലേ? എന്താടി മത്തങ്ങ പ്രപ്പോസ് ചെയ്ത് എന്തിനു പറയും? മണ്ടൻ. എനിക്ക് നിന്നോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് നിന്നോട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ് മതിയോ വെള്ളം കോട്ട് സൂട്ടൊക്കെ ഇടണം? എടാ ഇവന് നിലപാടില്ല കേട്ടോ. പക്ഷെ ഇവന് നിലപാടില്ല. ഒരിക്കൽ പറയൂ, അന്ന് മുതുക്കില് വന്ന കണ്ട കപ്പിൾസിനെല്ലോ എന്താ പറയല്? ഇവൻ പ്രേമിക്കണമെന്നല്ല പറഞ്ഞേ. ഇല്ലേ ഇപ്പൊ പ്രേമിച്ചില്ലേ? പെണ്ണിനെ പോലും നോക്കാല പറഞ്ഞേ. നീ പ്രേമിക്കോ? ഞാനാ ഫസ്റ്റ് എനിക്കത് ഓ ഞാൻ ജീവിക്കുന്ന അത്ര നാള് നിന്റെ പെണ്ണായിട്ട് ജീവിക്കുന്നു. ഞാൻ കണ്ടത് ഫസ്റ്റ് റീലിതായിരുന്നു കണ്ടത്. എടാ കഞ്ചാവ് ഡ്രഗ്സ് അല്ല. നിങ്ങൾക്കറിയാം കള്ള് നന്നായിട്ട് വിറ്റ് പോണമെങ്കിൽ, അതായത് പൊളിറ്റീഷ്യന്മാർക്ക് ഒരു ഷെയർ ഉണ്ടല്ലോ, ഈ കള്ളിന്റെ കമ്പനീസിലൊക്കെ ഷെയർ ഉണ്ടാവും. അപ്പൊ ഈ ഏമാന്മാരുടെ പോക്കറ്റിലൊക്കെ സാധനം കയറണമെങ്കിൽ, കള്ള് നന്നായിട്ട് വിറ്റ് പോകണമെങ്കിൽ കഞ്ചാവിന്റെ ഉപഭോക്താക്കൾ കുറയണം. എന്നാലാണല്ലോ കള്ള് വിറ്റ് പോവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? കഞ്ചാവ് എടുത്തിട്ട് നിങ്ങളത് നർക്കോട്ടിക്സിന് അണ്ടറിലേക്ക് ഇട്ടു. അപ്പൊ അതൊരു ഇല്ലീഗൽ പ്രൊഡക്റ്റ് ആയി, അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, എല്ലാവരും കള്ളിലേക്ക് വന്നു. നമുക്ക് വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് ഡ്രഗ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലിക്വർ വരിക, അതിൽ കഞ്ചാവില്ല.
നമ്മൾ നാർക്കോട്ടിക്സ് അണ്ടറിലേക്ക് കൊണ്ടുവരേണ്ടത് ഡേഞ്ചറസ് മനുഷ്യന്മാരുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഡ്രഗ്സിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റി നമ്മൾ ആക്കേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വീട് വാസിസ് ആൽക്കഹോൾ നോക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആൽക്കഹോൾ ആണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അത് ഇല്ലീഗൽ ആക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. കഞ്ചാവ് വലിച്ച് മരിച്ച ഒരുത്തരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കഞ്ചാവ് വലിച്ച് ആൾക്കാരെ ഉപദ്രവിച്ച ആൾക്കാരുടെ എണ്ണം നോക്കിയ കള്ളു കുടിച്ച് വീട്ടിലെ ഭാര്യനെ അടിച്ചു കൊന്ന ആൾക്കാരുടെ കണക്കിനെക്കാട്ടും പകുതി വരുള്ളൂടാ. അതിന്റെ പകുതി വരുള്ളൂടാ. ലാസ്റ്റ് ഒരു കുടുംബത്തിൽ 5-6 പേരെ തലയിൽ ചുറ്റിക്ക് വെച്ച് അടിച്ചു കൊന്ന അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഡ്രഗ്സ് ആണെന്ന് വിചാരിച്ചിട്ട് അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അവൻ ആൽക്കഹോളാ കുടിച്ചിരുന്നേ. എന്നിട്ട് എന്തുകൊണ്ട് ആൽക്കഹോൾ ഇല്ലീഗൽ ആക്കുന്നില്ല? എന്തുകൊണ്ടല്ല കഞ്ചാവിന്റെ പെക്കറ്റ് കയറുന്നത്? പോലീസെ ഇപ്പഴെ പോയി പിടിച്ചോൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ഉറപ്പായി. ഇപ്പൊ ഉറപ്പായി ഓൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഇല്ല ഇങ്ങനെ സപ്പോർട്ട് ആക്കൂല. പിടിച്ചോ ഓനെ ഫേസ് നോക്കി വെച്ചേ, ഫേസ് നോക്കി വെച്ചേ. അടിച്ച് കണ്ണൊക്കെ പഴുത്തിരിക്കണല്ലേ കഞ്ചാവോളി കഞ്ചാവിന് സപ്പോർട്ട് ആക്കുന്നു. കഞ്ചാവിനെ കൺഫേം. പിടിച്ചോ. കഞ്ചാവും ഡേഞ്ചറാണ്, ആൽക്കഹോളും ഡേഞ്ചറാണല്ലേ ഉച്ചിരി. ഞാനത് നോക്കില്ല, ഞാൻ ഓനെയാ നോക്കിയേ. അല്ല കഞ്ചാവും ഭയങ്കര കിക്കല്ലേ കഞ്ചാവിന്. അത് ഞാൻ അടിച്ചിട്ടില്ലല്ലോ അറിയാൻ. ഗുഡ് ഓൺ. ചന്ദ്രൻ അടിച്ചിട്ടുണ്ടല്ലേ? ഇല്ല ചന്ദ്രൻ അടിച്ചിട്ടില്ല, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്താണോ, മനസ്സിലായില്ലേ? അത്ര മുറിവീടിയാണ്, മുറിവീടി വലിക്കുന്നവരാണ് ഈ ഉച്ചിരി. ഈ മുറിവീടി ലൈവ് കണ്ടോണ്ടിരുന്ന സംസാരിക്കും ഡിസ്കോഡില്. മുറിവീടി വലിക്കുന്നവനാണ് കഞ്ചാവ്. മുറിവീടി എന്ന് പറഞ്ഞാല് കോൺട്രവേഴ്സി ആയിരുന്ന ഒരു കോൺട്രവേഴ്സിൽ നമ്മളിവിടെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞിട്ടില്ല, കാണുമ്പോ മനസ്സിലാവും എന്തിന് സപ്പോർട്ട് ആക്കേണ്ട ആവശ്യമുണ്ട്. ഗവൺമെന്റ് വെറുതെ ബാൻ ആക്കൂല, ബുദ്ധി ഇല്ലാത്തവരല്ല എന്തായാലും. അതാണ് ഇച്ചിരി പോയി നാളെ പോ. ഗവൺമെന്റിനെ സപ്പോർട്ട് ആക്കി നാളെ ഒരു തൂവാല വാങ്ങിച്ചു വെച്ചോ, മോഹങ്ക പറയാനുണ്ടായി തൂവാലൊക്കെ വാങ്ങിച്ചു വെച്ചോ. നീ പോയടാ. ജയിലിരുന്നോളാം, ഉണ്ടോന്നോളാം. പ്രശ്നമുണ്ടോ? ടോപ്പിക് നാളെ സ്ട്രൈക്ക് ഉറപ്പ്. ഞാനൊരു കാര്യം പറയാം. വിഷയം പാട്ടും വിഷയം സിംഗും നൈസ്. എന്റെ ഇടിയാണ് നൈസ് കിട്ടില്ല എഡിറ്റും. പിന്നെ അതിലൊരു എന്റെ ഒരു സീൻ ഉണ്ട്. ഈ ആടാക്കി എന്റെ സീൻ എന്താ ആടാക്കത്തെ? ഇവര് ഇടിക്കുന്ന ഒരു സീൻ ഉണ്ട് എന്റെ. എന്റെ ഒരു സീൻ ഉണ്ടായിട്ടെന്തോ, അതാണ് സീൻ. ഇടിച്ചങ്ങ് മലർത്തി ഇരിന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞില്ലേ, അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രേമിക്കത്തുള്ളൂ. അവളെ വേറെ തന്നെ കെട്ടി ഞാൻ സാറ്റലൈറ്റ് വഴി അറിഞ്ഞത് എന്താണെന്നറിയോ? ഈരിയെ കളഞ്ഞിട്ട് ഈജയിൽ ഒരു പയ്യനായിട്ടാണ് കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു. കല്യാണം കഴിഞ്ഞോ? കമ്മിറ്റഡ് ആയോ? എന്താ ഇങ്ങനെ ആൾക്കാര് പറഞ്ഞു ഉണ്ടാക്കുന്നതായിരിക്കും ഇതൊക്കെ. എന്താ പറയാ, സ്വാഭാവികം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മറ്റേ കീരിയില്ലേ പുള്ളി തൂങ്ങിച്ചെന്നു. സമൂഹം പറയണത് കേട്ടു അവൻ. എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പുള്ളി കയറി മരണാനന്തര ചടങ്ങുകൾ ഗ്യാങ് വെച്ചോളേ ഞങ്ങള് വാർച്ചാറ്റിലിടാം. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. ഉടനെ ആകും എന്നല്ലേ അതിനർത്ഥം?
അതാരാളുടെ പേരെന്താന്ന് പറയോ? ഏതെങ്കിലും കുടുംബത്തിലുള്ളതാണോ? ഏതാണ്? നല്ല പയ്യനായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ കീരി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ റാഷ, മലയുടെ മോളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇത്രയും ഒരുമിച്ചൊക്കെ നടന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവർക്ക് നെഞ്ച് തകർന്ന കയറി തൂങ്ങി ചെന്നപ്പോട്ടല്ലോ. റാശ ഹോപ്പ് കൊടുത്തോ റാശ. ചില്ലറ ഹോപ്പല്ല കൊടുത്തത്. കാര്യം അറിയോ? തൂങ്ങിച്ചത്ത അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഹേർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് റാശ. അവര് പറയുക ഈ മുച്ചിരിയൊക്കെ എന്തേലും പറ്റിയിട്ട് ഇവന്റെ ഹാർട്ട് നോക്കണമെങ്കിൽ തുണ്ടായിരിക്കും, ഉറപ്പാണ്. റാശ എന്നൊരു ആളാണ് ഇവന്റെ ഹാർട്ടില്ലാത്തോണ്ടായിരുന്നു. ഞങ്ങളുടെ ഇങ്ങോട്ട് ഞാനും റാശ ഒരാൾക്ക് താലി കെട്ടാൻ തലകുനിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മുന്നിലായിരിക്കും എന്നാണ് അവസാനം ഞങ്ങളടുത്ത് പറഞ്ഞത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ അലീന ഇപ്പം ചന്ദ്രനെ സിറ്റിയിൽ അവോയ്ഡ് ചെയ്ത് നടക്കും. അങ്ങനെയൊക്കെ ആവുമ്പം ചന്ദ്രൻ എങ്ങനെയുണ്ടാവും? ഞാൻ വിചാരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഓക്കെ, കോംപ്രമൈസ് ചെയ്യാൻ സംസാരിച്ചു, എന്നിട്ടും ആളെടുക്കുന്നില്ല. ഞാൻ ചിലപ്പോ ഒരു ഉമ്മ കൊടുക്കും. അത് നിങ്ങൾ മറ്റേ ഗേൾഫ്രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? അവിഹിതം പിടിച്ചപ്പോ പോലും ഉമ്മ കൊടുത്താണ് സോൾവ് ചെയ്തത്. ആ ചെറുക്കനെ വളർന്നു കണ്ടില്ലേ? നീ ചത്തുപോയതല്ലടാ അച്ചിപ്പട്ട. നീ ഒരു വാണമായി പോയല്ലോ. നിർത്തി അങ്ങ് അവനെ അപരാധിച്ചതാ മീരും. ഓക്കെ തൂങ്ങി ഇന്നലെ ഗിരി. ഞാൻ എന്തോ വിചാരിച്ചിനെ, പക്ഷെ മറന്നുപോയി. ചന്ദ്ര മറപ്പിച്ചെന്നെ. ഇറ്റ്സ് ഓക്കെ, ലൈഫ് അങ്ങനെ ഉണ്ടാ. അങ്ങനെയാണ്. അരി മുച്ചിരി നിന്റെ 2026 റെസൊല്യൂഷൻ എന്താ? റെസൊല്യൂഷൻ എന്റെ ഇപ്പൊ 16:9. റെസൊല്യൂഷന് 1980 മറ്റേത് നോർമൽ 1980. അതന്നെ. ആ സോറി, എന്ത് പുണ്ണേറ്റ അത് തന്നെ എനിക്ക് മനസ്സിലായില്ലേ. നിന്റെ എതറാ ഇവരെ 2026 നിന്റെ ആയിട്ട് ലാപ്ടോപ്പിന് നോർമൽ അല്ലേ ഇത്? അല്ല 1600. ചന്ദ്രന്റെ ഏതാ? എന്റെ കുണ്ണ പോടാ പൂറി മോനെ. അപ്പൊ ചന്ദ്രന്റെ സീക്രട്സ് അറിയാം. மியோவை கூப்பிட்டா ஐயோ ஆண்டி என்ன நதிய சொன்னீங்கன்னா உங்களுக்கு என் முறை பொண்ணு குருவிய எனக்குள்ள சேர்த்து வச்சு கல்யாணம் பண்ணி வச்சிருங்க சாமி. தப்புடா, தப்பு, ரொம்ப தப்புடா. என்ன தப்பு? எனக்கு முறை பொண்ணு தானே, உனக்கு மந்தார மாமா அப்பா தானே. நான் பாக்கெட்ல ஒன்று வச்சிருந்தேன், உங்களுக்கு வேணுமா? இதுதான். ஓ நைஸ், தேங்க் யூ. நீ போட்டுக்கிறியா? எப்படி கீழே போட்டுருவியா? இல்ல போட்டிருக்கேன். മൂവി സിംഗിൾ ആണോ? റെഡിറ്റ് മിംഗിൾ ആണോ? എന്താ റെഡിറ്റ് മിംഗിൾ അല്ലാത്ത? ഇത്രയും സുന്ദരമായിട്ടുള്ള സിറ്റിയില് റെഡിറ്റ് മിംഗിൾ അല്ലാണ്ട് എങ്ങനെ നടക്കാൻ പറ്റുന്ന ഭൂമി? ദസനൻ ആക്ച്വലി മാരീഡ് ആണ്. നമ്മളൊക്കെ സിംഗിൾ ആണല്ലേ നീക? ഇവരെ ദസരെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ആരോ ആകാൻ പോകുന്നൊരു കുട്ടിയാണ് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ ഒരു അല്ലേ നീകൻ? ചന്ദ്രോ മന്ദാരയില്ലേ ഇപ്പൊ സിറ്റി കയറി വൃദ്ധസദനം തുടങ്ങി. എല്ലാരും മക്കളാക്കുന്നു. എന്താ ഇത്? വരുന്നവരും പോകുന്ന മുതുക്കിലുള്ള മാമ എന്റെ മോനെ ബാബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നിട്ട് അച്ഛ വിളിപ്പിക്കുന്നു. എന്താ ഇത്? ഇത്ര ആഗ്രഹമുണ്ട് അച്ഛ വിളിപ്പിക്കാൻ. അതിനുള്ള കഴിവില്ലാത്തോണ്ടാണോ? അവന്റെ ആഗ്രഹിക്കണം ഉച്ചിരി. നീ ഇങ്ങനെ മന്ദാരം കണ്ടുവന്ന് ഇപ്പൊ നിന്നെ എവിടെ വിടുള്ള എന്തിനാ ഇവിടെ ഉള്ള കാര്യല്ലേ ഞാൻ പറഞ്ഞേ. ഇത് തുടങ്ങിയിരിക്കാ വൃദ്ധസദനം. വൃദ്ധസദനത്തിൽ എന്തിനാ പിള്ളേരെ കേട്ട? അത് വൃദ്ധസദനല്ലേ, ഓർഫണേജ് ആയിരിക്കോടാ മണ്ട. വൃദ്ധസദനത്തിലാണോ പിള്ളേരെ കേട്ടേ? പ്രായമുള്ളവരാണ് വൃദ്ധസദനത്തിൽ കേട്ടണേ. ഇംഗ്ലീഷല്ലേ ഓർഫനേജ്?
എന്താ പറയണ നിനക്ക് നീ 10ാം ക്ലാസ് ഫെയിൽ അല്ലേ കുഴപ്പമില്ല ഇത്രയൊക്കെ പ്രതീക്ഷ അതിന്റെ അല്ല സൈഡ് 10ാം ക്ലാസ് പാസ്സാ അല്ല ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് സൈഡ് കുഴപ്പമില്ല ഇച്ചൊക്കെ അല്ല ചന്ദ്രവരി എന്ത് ഓറെ മക്കളെ മേങ്ങുന്ന സ്ഥലത്തിന്റെ പേരെന്ത്? മക്കളെ അത് ഓർഫനേജ് മക്കളെ വാങ്ങിക്കുന്ന സ്ഥലം എന്താ കടയാടാ മക്കളെ വാങ്ങി കടയാടാ അല്ല സംഭവം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതന്നെ. അപ്പൊ അതിന്റെ എടാ ഓൾഡ് ഈ വയസ്സായവരെ ആരും ഇല്ലാത്തവരെയൊക്കെ നോക്കുന്നത് ഓൾഡ് ഏജ് ഹോം ഓർഫണേജ് എന്ന് പറയുന്നത് ഈ ആരും ഇല്ലാത്തവർക്കുള്ള മനസ്സിലായില്ലേ? മൈ മിസ്റ്റേക്ക് 10ാം ക്ലാസ് ഫെയിൽ 10ാം ക്ലാസ് പാസ്സാ. ഒരു കാര്യം പറയട്ടെ, ഇത് കാണുമ്പോ എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നടാ. ഓൾഡ് ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിലൂടെ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് ഞാൻ സിറ്റിയിലേക്ക് കാലെടുത്ത് വെച്ചത്. കൊറേ ആൾക്കാർ ഇത് കണ്ടിട്ടായിരിക്കും അങ്ങനെ കാലെടുത്ത് വെച്ചത്. Me also. എന്റെ ഫേവറേറ്റ് RP പ്ലെയർ ആയിരുന്നു ഡോക്ടർ സൊളക്യൂ അപ്പുക്കുട്ടൻ. പുള്ളി ഇപ്പൊ വീണ്ടും റിസൾട്ട് RP. ഇവരാണ് നമ്മുടെ RP ഇൻട്രൊഡ്യൂസ് ചെയ്തത് മനസ്സിലല്ലേ? ഇപ്പൊ ബാണായിട്ടുണ്ട്. എന്തുവാടാ ചുമ്മാ എന്ത് മൈലാടാ കുണ്ണച്ചുണ്ടാടാ അവരാജ് പോലെ ഇപ്പൊ എവരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇവരെല്ലാരും ഇറങ്ങില്ലേ? പണ്ട് കിട്ടലല്ലേ, പണ്ട് നൈസായിരുന്നു. എന്നാ അങ്ങനെ പറ. വെറുതെ വന്നിട്ട് ഇടിച്ചിട്ട് എന്താ പറയാ ഇരിക്കുന്നവരെ വെടിവെക്കുന്നതന്നെ. അതാണ് RP എന്താന്ന് പഠിച്ചിട്ടില്ലേ? നാളം കടത്താനായിട്ട് ഓരോ പുതിയ ആൾക്കാരെ വന്നിട്ടില്ലേ? ഈ മാസം തീർന്നതിന് മുന്നേ നിന്റെ ഒരു RP സിറ്റി തരണ നീ എനിക്ക് കേട്ടാ. നീ ചെയ്യലുണ്ട്, നീ കൊടക്കാറുണ്ട്, നീ TDA മാത്രം കളിക്കണ പറയാ. സത്യം വെരി ബാഡ് കേട്ടോ. സോ ബാഡ് മാത്രല്ലല്ലോ ഞാനത്തും വരില്ലുണ്ട്. ചന്ദ്രു എല്ലാം കാണലില്ലല്ലോ 24 hours എന്റെ. ഞാൻ 24 hours ഇല്ലല്ലോ TDMല്. എടുത്തോ. ഞാൻ TDM അങ്ങനെ കളിക്കലേ ഇല്ല. ലൈവില് ഞാൻ കളിക്കൂല TDM. ബാക്കിയുള്ളവർ പോലെ അല്ല ഞാൻ തന്നെ സബ് ആയിട്ടുണ്ടാവും കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. നോട്ടിഫിക്കേഷൻ വന്നു. ഫ്രണ്ട് ഓള് ഇടാൻ പറഞ്ഞേ അത് ഇടാൻ 500 അന്ന് അങ്ങോട്ട് പോ. കിക്കിലല്ലേ ലൈവ് ഇടുന്നേ, കുറച്ചാൾ അങ്ങോട്ട് പോ. ലൈവ് ഇട് ലൈവ്. അതല്ല അത് മറ്റേത്. താഴോട്ട് വാ. ഗ്രൈൻഡ് ചെയ്യുന്നല്ല കാണാനേ. ഗ്രൈൻഡ് ചെയ്യുന്ന അത് ഗ്രൈൻഡിങ് അതല്ല ഗ്രൈൻഡിങ്ങാ. ഗ്യാങ് ഫണ്ട് കുറച്ച് സ്കിപ്പ് കണ്ടാ. ഗ്രൈൻഡിങ് കണ്ടാ നീ നമ്പർ ഇട്ടിട്ടുണ്ടാവൂല ഇവിടെ. കണ്ടാ പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്നത്. മാമനാ നീ. ഇല്ല മതി കണ്ടില്ലേ പ്രൂവ് ചെയ്തില്ലേ ഞാൻ. കണ്ടാ അന്റെ ഇല്ലാത്ത തന്തേനെ പറഞ്ഞായോ അതിന് കേസ് കൊടുക്കാൻ പോയനെ. എല്ലാം നോക്ക് TDMില്ല ഞാൻ. അല്ല ഇത് ഓർ വിളിച്ച എന്നിട്ട് നോക്ക്. അത് കുറച്ച് കുറച്ച് നോക്ക്. കുറച്ചല്ലേ കണ്ടാ അതിലൊന്നും ഉണ്ടാവില്ല. പൈസ എടുക്കാനുള്ള പരിപാടിയാണ്. അല്ല കുറച്ചേരെ ശരി അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആണോ? அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி திரும்பி போற ஐடியாவே இல்ல. ചന്ദ്രവാണൽ താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും.
വണ്ടിയില് നമ്മള് വണ്ടിയിലെ കൊറേ കണ്ടോ വണ്ടിയുടെ ഇന്ന് കണ്ട ഞാൻ ഇസ്മായിലിനെ എന്താ പറഞ്ഞ നോട്ടെ സൗണ്ട് എന്താണ് കൂട്ടം നിങ്ങൾ റെഡിയായോ നിങ്ങൾ സെറ്റായോടാ നമ്മളായിട്ട് മുട്ടാൻ സെറ്റായോ നിങ്ങളെ ചന്ദ്രന്റെ ദോസ്തിനാ പ്രശ്നം. കണ്ടു മടുത്തില്ലേ? എത്ര കാണുന്നു മടുക്കൂലേ? മുച്ചിരി അടുത്ത് വരുമ്പോഴേ ഏട്ടയുടെ 6 പാക്കിൽ ഒരു മുത്തമക്ക നടക്കി ഞാൻ ഒരു അവസരം കേട്ടാ. അപ്പൊ നീ വളഞ്ഞിരുന്ന് മുത്ത കൊടുക്കുന്ന ആളാണല്ലേ നീ? അത്രയ്ക്ക് തന്നെ നടു ബെൻഡാവും. സ്വന്തം സിക്സ് പാക്ക് അല്ലേ? സിക്സ് പാക്കില് മുത്ത കൊടുക്കണവരൊക്കെ എന്തൊക്കെ ചെയ്യുമായിരിക്കുമല്ലേ? എന്റെ അമ്പോ വളഞ്ഞിരുന്ന് എന്തൊക്കെ ചെയ്യാല്ലേ? ബാക്കിയുള്ള പിന്നെ ചന്ദ്രനെ പോലെ ബാക്കിയുള്ള ഉമ്മ മരിക്കാനാണ് സിക്സ് പാക്കിലോട്ട്. പിന്നെ അതല്ലേ ഞാൻ കൊണ്ടുവരാന്നാ വിചാരിച്ചേ. എന്നാലും വളഞ്ഞിരുന്ന് പോരാ ഏബല നീ പറയല്ലേ? ശരിക്കും സ്വയം പോകി ചന്ദ്രല്ലേ സത്യം. പ്ലേ പ്ലേ കാണാം കാണാം. മോനെ ഇത് ഇല്ല ഇല്ല ഇത് എഡിറ്റിംഗാണ്. ഇത് എഡിറ്റിംഗാണ് അല്ലെങ്കിൽ മനുഷ്യ അങ്ങനെ അങ്ങനെയല്ലടാ അങ്ങനെയല്ലടാ. ഇത് സ്പീഡ് കൂട്ടൂടാ ഇച്ചിരി. അതായത് ഇച്ചിരി സ്പീഡ് കൂട്ട് വരും. ടൈം മോളിൽ ടൈം ഉണ്ടാ നോക്കട്ടെ നോക്കട്ടെ. അത് കറക്റ്റ് തന്നെ ഏട്ടാ. ടൈം അടിച്ചാക്കിയതെങ്കിലോ ഓ ലൈവിലെ ചന്ദ്രൻ കളിക്കുന്നേ. എന്തിനാ കോപ്പിറൈറ്റ് എന്താ വെച്ചാട്ട്? അതൊക്കെയാണ് മൈൻഡ്. അതൊക്കെയാണ് മൈൻഡ്. മനസ്സിലായ? അത്രേ നമ്മളിവിടെ ആളുണ്ടാവും നമുക്കൊരു മനസ്സിലായ. നമ്മൾ ആൾക്കാർ നമ്മുടെ കഴിവിനെയും നമ്മളെയാണ് ഇഷ്ടപ്പെടണം. അല്ല നമ്മുടെ ചാനലിന്റെ കൗണ്ട് ഒന്നും അല്ലല്ലോ. അത്രേ ഉള്ളു ചന്ദ്ര. അതൊക്കെ അത്രേ ഉള്ളു. ഡബ്ല്യു വാല്യൂ ഇല്ലാത്ത അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് നിങ്ങൾ IED ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ കോലീഡർ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാങ് ഫോം ആയിട്ടില്ല. അതിന് മുമ്പേ നമുക്ക് ഡിസ്റെസ്പെക്ട് കിട്ടും ബാക്കിന്ന്. അങ്ങനത്തെ ഒരു സംസാരം ആരെടുത്തൊന്നും ഇതിലെ മെമ്പേഴ്സിൽ ആരെടുത്തൊന്നും ഉണ്ടാവരുത്. ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോ സിറ്റുവേഷൻ നടക്കുമ്പോ അവിടെ മാന്യമായിട്ട് സംസാരിക്കുക. ആ സിറ്റുവേഷൻ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ആ കോമഡികളോ കോമാളിത്തരോ കാണിക്കാൻ വേണ്ടി നിൽക്കരുത്. അവിടെ സീരിയസ് സിറ്റുവേഷൻ വരുമ്പോ സീരിയസ് ആയിട്ട് എല്ലാവരും നിൽക്കാം. അല്ലാണ്ട് ആടെ കയറി വന്ന് നമ്മൾ പേഴ്സണലി വിളിക്കുന്ന പോലെ IED ഉണ്ട് ഈ പരിപാടി ഒന്നും ആടെ ചെയ്യരുത്. ആടെ മാന്യമായിട്ട് സംസാരിച്ച് ആ കേൾക്കുന്നവർക്ക് നമ്മളോട് പേടി തോന്നുന്ന രീതിയിലും അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിക്കായിരിക്കണം ഈ കാര്യങ്ങൾ നടന്നു. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി അവരാ ഇരുമ്പിനെ കമ്പിയാക്കി. ടൈറ്റിൽ എന്താ? കത്തിയാക്കി കത്തിക്കൊന്നല്ലേ അറിയൂ. അവനെ കേട്ടോനെ എന്താണ് ഇതെന്താ നായിന്റെ മോനെ? ആരടാ ഡോറ് തുറന്നത്?
ഇതാണ് മുച്ചിരി. ഇതാണ് മുച്ചിരി. ശരിക്കും മുച്ചിരി ഇതാണ്. ഇതാണ് മുച്ചിരി. ചന്ദ്ര സത്യ വീസിലുള്ള ഗുണം മാത്രമേ ഉള്ളൂ. നീ അന്ന നിങ്ങക്ക് ഓക്കെയാണ്. നിന്നെ പോലെ ഒരാളാണ് എന്റെ സങ്കല്പം. എടാ ലോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചീറ്റ് ചെയ്യാൻ പോയത് നമുക്ക് അങ്ങനെയാണോ? കൊമ്പി നല്ല പെണ്ണാ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു പെണ്ണുണ്ട്. ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറയുന്നില്ല, എനിക്ക് വേറെ പെണ്ണുണ്ട്. എനിക്ക് എന്നോടൊരു ഇത് ഇഷ്ടമുണ്ട് എന്നൊക്കെ അറിയാം. കാരണം സോറി ഞാൻ ഹലോ ഷമീരെ, നല്ല പയ്യന. ചന്ദ്രു കപ്പിളാണല്ലേ? വരുന്നില്ല പഴയതുപോലെ. എന്നെ പോലെ അൽഫാമയിലാണ്. എന്തായാലും പോരാ, പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ. മുച്ചിയുടെ മാവൻ ഇത് ഞാൻ കണ്ടതാ. പറയില്ലേ, ഇത് കേൾക്കാറുണ്ട്. വിളിച്ചു കാണിക്കുക നിന്റെ മുച്ചിരി. ഇത് കേൾക്കാൻ അർഹ. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് കേൾക്കുന്നില്ല, നീ ഡീകോഡ് ചെയ്യണം. നീ എന്റെ കുടുക്ക് കെട്ടോണ്ട് പോയാലാ മുച്ചിരി. നീ എവിടെ പറ്റുമെങ്കിൽ വന്ന് നീ ഒന്ന് എടുത്തതാ. നിന്നെ കുനിച്ചു ചേർത്തുമല്ലോ നിന്നെ. ഇതാണ് ഇങ്ങനത്തെ മതി, ഇങ്ങനത്തെ കോപ്പിറൈറ്റ് കിട്ടൂല. ഇങ്ങനത്തെ കാര്യം കണ്ടാ എടാ ഇത് സെയിം അല്ലേ, നമ്മള് നേരത്തെ കണ്ടതല്ലേ ഇത് താരയുടെ അല്ലേ? ഞാനേ എന്റെ വ്ലോഗ് ഉണ്ടല്ലോടാ, ഞാനേ കഴിഞ്ഞ ദിവസം വ്ലോഗ് എടുത്തു നോക്കിയപ്പോ ഞാൻ അതിന്റെ അകത്തൊരു സാധനം കണ്ടായിരുന്നു. എടാ നമുക്ക് ഈ വ്ലോഗ് ഇന്ന് ഫുള്ളി ഇരുന്ന് കാണാം. ഞാൻ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോസ് ഒന്നും കാണാറില്ല. ഞാൻ കാണലുണ്ട്, പണ്ടൊക്കെ വീട്ടിൽ പോയത് കണ്ടിട്ടുണ്ട്. എടാ ഇതിപ്പോ ന്യൂ ഇയർ ആയേ. ഇതെന്താ മാക്കാണ്, നമ്മുടെ മാക്കാണ്. വന്ദേ ഭാരതം. ചിരിച്ചു മരിച്ചു. നീ എന്തിനാ അടിച്ചത്? ഞാൻ ശരി കട്ടായിട്ടിരിക്കണെന്ന് പിന്നെ മനസ്സിലായി നീ നല്ലൊരു ഈകളായിരിക്കണെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാണെന്ന്. അത്ര പിടിയല്ലേ പൊട്ടുവാടെ പൊട്ടിച്ചിന്. ന്യൂ ഇയറിന് കോഴിക്കോട് എങ്ങനെ നടന്നോ? പക്ഷെ നമ്മുടെ ഇവിടെ ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട് എല്ലാരും. കോഴിക്കോടാ? കണ്ണൂര്, സോറി നീ കണ്ണൂരല്ലേ? കണ്ണൂര് എങ്ങനെ നടന്നോ? പാലക്കാട്. നീ പാലക്കാട്, കാസർഗോഡ്. നീ അത് കാലടക്കാണല്ലോ പറഞ്ഞു. കാസർഗോഡ് നമ്മളെ കാസർഗോഡിലാക്കി എത്ര ആഡ് ആയിട്ടില്ല. ഇവിടെ ഇങ്ങ കൊന്ന് കേട്ടിനാ. അതൊരു ഡയലോഗ്. പോലീസുകാർ മറ്റേ ഓറ അടിക്കുമ്പോ കൊന്ന് ആ ഒരു സാധനം. അത് അല്ല, അനാശ വന്നപ്പോ ഇതിന്റെ ഇടക്ക് വേടന് നമ്മൾ വേടന് ഇടയാ വന്നേ. അതറിയോ? വേടന് ഇടുക്കാ വന്നേ. വേടന് എത്ര സ്ഥലം ഉണ്ടായി പോയിട്ട് പോവാന്. കാസർഗോഡത്തെ പിള്ളേർ അത്ര വൈബ് എന്നറിയാം, മനസ്സിലായ? ചന്ദ്രന്റെ സ്ഥലം എവിടെ? തിരുവനന്തപുരം. ആടെ എന്തുണ്ടായി? അവിടെ എന്തില്ല. എറണാകുളത്ത് വന്നല്ലേ എന്നിട്ട്? നമ്മളുടെ തിരുവനന്തപുരം നമ്മളെല്ലായിടത്തും ഇതുവരെ പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ട്. എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? എന്തേ
അല്ല നീ ഇത്രയും പടക്കം പൊട്ടിക്കാന്ന് വെച്ചപ്പോഴേ ആ നമ്മള് അങ്ങനല്ല നമ്മളവിടെ പൊട്ടിക്കും. ഞാൻ പോയിട്ടില്ല, ഞാൻ പുറത്തിറങ്ങലില്ല. നീ തിരുവനന്തപുരത്ത് വരുവോ? തിരുവനന്തപുരം വേണമെങ്കിൽ വരാം. വാണോ? വേണമെങ്കിൽ വരാം. യു നീഡ് ഇഫ് യു വാണ്ട് ഐ വിൽ കം. Okay. If you come, I will give. What give? What? No coming. I am. No. നിനക്ക് വേണമെങ്കിൽ തരാമെന്ന് മുച്ചിരി. എന്ത് തരാം? ടിക്കറ്റ് എടുത്തരോ? ആ ടിക്കറ്റ് അടിയും ചിലപ്പോ വേറെ എന്തെങ്കിലും ടിക്കറ്റ് എടുത്ത് ഇറങ്ങോട്ട് വരാ. ഞാൻ വരാം. സേവേജിനും കാണാണ്ടായി. സേവേജും തിരുവനന്തപുരം തന്നെ. സേവേജ്. പ്രൊനൗൺസിയേഷൻ അങ്ങനെ അല്ല ബ്രോ. തിരുവനന്തപുരം എന്ന് പറഞ്ഞതല്ലേ നീ എന്തൊരു കമ്മാണ്. കമ്മേ നീ എന്തൊരു കമ്മാണെന്ന് വാണം. ഞാൻ വരുന്നേ. ഞാൻ വരാം. ഞാൻ സേവേജിനും കാണാണ്ട് സവാജിനും കാണാൻ. പിന്നെ ഇവിടെ ചന്ദ്രനും കാണാല. ചന്ദ്രൻ എറണാകുളത്തല്ലേ? എറണാകുളത്ത് കുറെ ദൂരം ഒന്നുമില്ല, 300 കിലോമീറ്റർ തന്നെ. വാസവനെ കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പൊ വേണമെങ്കിൽ കാണാം. ചന്ദ്രന് വേണമെങ്കിൽ കാണാം. ചന്ദ്രന് ഫ്ലെക്സിംഗ് ഒക്കെ കാണാം. എന്റെ ഫ്ലെക്സിംഗ് കാണിച്ചോ. നീ ഒരു ദിവസം വരണമെങ്കിൽ ഒരു ദിവസം നിന്നിട്ട് പോണേ. നിന്നിട്ട് പോവില്ല. എന്താ? നിന്നെ മന്ദാര ഉണ്ടെങ്കിൽ നിക്കും. മന്ദാരത്തിന്റെ ഫ്രണ്ടിൽ നിന്നാ എന്നെ കാണൂല. മന്ദാരത്തിന്റെ കാലിന്റെ വിരലിന്റെ അത്രേ ഉള്ളു ഞാൻ. എങ്ങനെയാണ് അപ്പൊ നിങ്ങള് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നീ മന്ദാര തമ്മിലുള്ള മന്ദാരം എന്ന് പറയുമ്പോ ഞാൻ കാലിന്റെ അത്ര ഉണ്ട്. മന്ദാരം ഇങ്ങ് പിടിച്ച് എപ്പോഴെന്നെ ഏറി. പക്ഷെ ആളെന്നെ ജൂഡിനെല്ലാം അന്ന് പണി വിട്ട ചെന്നൈയില് വലിയ താളാ. ഞാൻ വീസിയില് വലിയ താളാ പണി വിട്ടിനല്ലോ. അവന് പൊട്ട അന്ന് രാത്രി ഇല്ലേ ഓറല്ലോ മറ്റേ ചിക്കന് തിന്നോണ്ടുണ്ടായി. പിന്നെ മറ്റേ ജ്യൂസെല്ലാം കുടിച്ചോണ്ടേ. അപ്പം ജൂഡിന്റെ മറ്റേ ഡീമന് വെള്ളം കുടിച്ചിട്ട് അല്ല ഇത് മറ്റേ ജ്യൂസ് കുടിച്ചിട്ട് ഇത് അതിലെന്തോ ഇതായിട്ട് തല കറങ്ങിയോണ്ടായി. മറ്റേ കീസിൽ ഫോണും എല്ലാം ഉണ്ടായേ. ഓനങ്ങ് വെള്ളത്തിൽ ഒന്തിയിട്ട് ജൂഡിനെ. അതൊക്കെ എന്നിട്ട് എന്ത് താളാഞ്ഞാറ ചെക്കനെ. ഞാൻ ഉദ്ദേശം എന്താന്ന് മനസ്സിലായില്ലേ ബ്രോക്ക്? കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാവും. ഒരു കഥ പറഞ്ഞ നീ ഒന്നും മനസ്സിലായില്ല. ആർക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേ. അത് എല്ലാം അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാല് ചെലപ്പം വീഡിയോ കണ്ടല്ല. സർക്കന്റെ വീഡിയോ കണ്ടില്ല? വലിയ കാര്യൊന്നുമില്ല. സർക്കന്റെ വീഡിയോ പ്ലേ വാ. അത് ഞാൻ യൂട്യൂബിൽ അടിച്ചിട്ടേക്കുന്നത്. ഇൻസ്റ്റയില് നേരെ ഇട്ടേക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഇല്ല. ഇൻസ്റ്റാഗ്രാം യൂസ് എന്താ പറയാ ചന്ദ്ര? എന്താ പറയാ? ഞാൻ ഇന്നലെ സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷനില് അവൻ നമ്മളെല്ലാവരും വരുന്ന പഴയ ഓജീസ്. സിറ്റി കയറാല. കാണാ സിറ്റി നീ